ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ആയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക, പനീറും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ പനീർ ഒന്ന് കുറച്ച് കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രയ്ക്കും ഫ്രൈ ആക്കണ്ട. എന്നിട്ട് അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ച് സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷം തക്കാളിയും കാഷ്യൂസും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിനി നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ചുട്ടാലോ? ചപ്പാത്തി ചുടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ ഒരു കാര്യമാണല്ലേ. കറി റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടറും കാശ്മീരി ചില്ലിയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ ചൂടാറി മിക്സിയിൽ അടിച്ച് വെച്ച മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും ഫ്രഷ് ക്രീമും 2 സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യാം. പനീർ ബട്ടർ മസാല പൗഡർ ഉള്ളവർ അതും കൂടി ആഡ് ചെയ്യുക. എൻ്റെ ഇല്ലാത്ത കാരണം അത് ഞാൻ ഇടുന്നില്ല. ഇതുള്ളവർ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും കൂടി ആഡ് ചെയ്ത് കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡി. അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല കറി ഇവിടെ റെഡി. അപ്പം എങ്ങനെ ഉണ്ടാക്കി നോക്കല്ലേ?